അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ ഒരവസരത്തിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് ഒരു ചോദ്യം ചോദിച്ചു. ഓ സ്വഹാബാക്കളെ, നിങ്ങൾക്ക് എല്ലാ ദിവസം രാത്രി കിടക്കുമ്പോൾ ഖുർആനിൽ നിന്ന് മൂന്നിൽ ഒരു ഭാഗം ഓതി കിടക്കാൻ നിങ്ങളെക്കൊണ്ടു സാധിക്കുമോ? സാധിച്ചിരുന്നെങ്കിൽ അത് വലിയ പ്രതിഫലം കിട്ടാനും വലിയൊരു ഭാഗ്യമുള്ള വിഷയമായിരിക്കും. ആർക്കൊക്കെ അത് സാധിക്കും എന്ന് സ്വഹാബാക്കളോട് മുത്തുനബി അവിടെ നിന്ന് ചോദിക്കുകയാണ്. ഖുർആനിൻ്റെ മൂന്നിൽ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ വലിയൊരു സമയം വേണ്ട ഒരു വിഷയമാണല്ലോ. അപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു, അല്ല നബിയെ, രാത്രി കിടക്കുമ്പോൾ ഖുർആനിൽ നിന്ന് മൂന്നിലൊരു ഭാഗം ഓതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള വിഷയമല്ലല്ലോ. ഒരു ദിവസമല്ലല്ലോ, എല്ലാ ദിവസം രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ മൂന്നിലൊരു ഭാഗം ഓതണമെന്നാണ് മുത്തുനബി സൂചിപ്പിച്ചത്. അത് നമ്മളെ കൊണ്ട് സാധിക്കുമോ യാ റസൂലല്ലാ എന്ന് സ്വഹാബാക്കൾ മുത്തുനബിയോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു, അതെല്ലാവർക്കും അറിയാമല്ലോ, സുലുസുൽ ഖുർആൻ മൂന്നിലൊരു ഭാഗം കിടക്കുന്ന സമയത്ത് ഓതാൻ കഴിയില്ല. പക്ഷേ മുത്തുനബി അതല്ല പറഞ്ഞു. അവിടെ നിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നുള്ള ഈ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങളെ കൊണ്ട് ഓതാൻ കഴിയുമോ? അങ്ങനെ ഒരാൾ ഓതിയാൽ അദ്ദേഹത്തിനിക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത് ഖുർആനിൻ്റെ മൂന്നിൽ ഒരു ഭാഗം ഓതിയതിൻ്റെ പ്രതിഫലമാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ മൂന്നിൽ ഒരു ഭാഗം ഖുർആൻ ഓതിയതിൻ്റെ പ്രതിഫലമാണ്. രണ്ട് പ്രാവശ്യം ഓതിയാലോ മൂന്നിൽ രണ്ട് ഭാഗം, മൂന്ന് പ്രാവശ്യം ഓതിയാലോ ഖുർആൻ മുഴുവനായിട്ടും ഓതിയതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിന്ന് മനസ്സിലാക്കണം, ഇഖ്ലാസ് സൂറത്തിനിക്ക് എന്തുമാത്രം മഹത്വമുണ്ട്, എന്തുമാത്രം പോരിശയുണ്ട്, അല്ലാഹുവിൻ്റെ അടുക്കൽ എന്തുമാത്രം സ്ഥാനമുണ്ട്. അതേ സാധിക്കുന്ന സമയങ്ങളിലെല്ലാം ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു 3 തവണ ഓതിയാൽ തീർച്ചയായും നല്ല ഈമാനോട് കൂടെയാണോ, യഖീനോട് കൂടെയാണോ, ഈ മുത്തുനബി പറഞ്ഞതിനെ മനസ്സിലാക്കിയിട്ടാണോ ഓതിയത്, തീർച്ചയായും ഖുർആൻ മുഴുവനായിട്ടും ഓതിയതിൻ്റെ പ്രതിഫലം കിട്ടും, ഉറപ്പാണ്. കിടന്നുറങ്ങുന്ന സമയത്ത് ഒരിക്കലും പോലും ഇനി മുതൽ നാം മറന്നുപോകരുത്, നഷ്ടപ്പെടുത്തരുത്, കൈവിടരുത്, അതിനെ നിസ്സാരതയോടുകൂടെ കാണരുത്. മുത്തുനബിയാണ് പഠിപ്പിച്ചത്. മൂന്നിൽ ഒരു ഭാഗം ഖുർആനിൻ്റെ പ്രതിഫലം, ഖുർആൻ ഓതിയതിൻ്റെ പ്രതിഫലം കിട്ടും ഒരു ഖുൽ ഹുവല്ലാഹു ഓതിയാൽ. അതുകൊണ്ട് ഇനി എല്ലാ രാത്രികളിലും കിടക്കുന്ന സമയത്ത് ഒരു 3 തവണ ഖുൽ ഹുവല്ലാഹു ഓതാൻ നാം എല്ലാവരും തയ്യാറാകണം. വലിയ പോരിശയുള്ള ഒരു വിഷയമാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള ആ സൂറത്ത്. അത് ചെറിയ വിഷയമൊന്നുമല്ല. ഇഖ്ലാസ് സൂറത്തു തൗഹീദ് എന്ന് ശേഷിപ്പിച്ച സൂറത്താണ്. അല്ലാഹുവിനെ കുറിച്ച്, അല്ലാഹു എന്താണെന്ന് അല്ലാഹുവിനെ കുറിച്ച് മാത്രം പറഞ്ഞു തരുന്ന ഒരു സൂറത്താണ് ആ സൂറത്ത്. വലിയ ശ്രേഷ്ഠതയാണ്. സ്വഹാബാക്കളെ കൂട്ടത്തിൽ ഒരാൾ എന്നും നിസ്കാരത്തിൽ അദ്ദേഹം ഖുൽ ഹുവല്ലാഹു അഹദ് ഇങ്ങനെ ഓതുകയാണ്. വേറെ ഏത് സൂറത്ത് ഓതിയാലും അദ്ദേഹം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിനെ അദ്ദേഹം വിടുകയില്ല. എന്നും അയാൾ ഇമാമത്ത് നിന്നാലും എങ്ങനെയാണ് അയാളെന്നും ഓതുന്നത് സൂറത്തുൽ ഇഖ്ലാസാണ്. ഇത് മറ്റുള്ള സ്വഹാബാക്കൾക്ക് എന്തേ ഇയാൾ ഇങ്ങനൊന്ന് ചെയ്യാൻ കാരണം? മുത്തുനബി ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഇങ്ങനൊരു പരാതി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇങ്ങനൊരു അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പരാതി സ്വഹാബാക്കൾ പറഞ്ഞപ്പോൾ അവിടുന്ന് അയാളെ വിളിച്ചുകൊണ്ട് മുത്തുനബി അന്വേഷിച്ചു, അല്ല നിങ്ങളൊരു പുതിയതായിട്ട്
ഇങ്ങനെയൊന്ന് ചെയ്യാനുള്ള കാരണമെന്തേ? നിങ്ങൾ പുതിയതായിട്ടാണല്ലോ, ഞാനങ്ങനെ പതിവാക്കിയിട്ടില്ലല്ലേ, നിങ്ങളെന്തെങ്ങനെ ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സ്വഹാബി പറഞ്ഞത്, നബിയെ, എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ആ സൂറത്ത്. ആ സൂറത്തിൻ്റെ ആശയങ്ങളൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. എനിക്ക് വലിയ ആശയമാണ്, വലിയ ആഗ്രഹമാണ്, എന്നും ഇങ്ങനെ ഓതാനാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഹബീബെ, അതുകൊണ്ടാണ് നബിയെ ഞാൻ ഈ സൂറത്തൊന്ന് ഓതാനുള്ള കാരണം. അവിടുന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നീ അതിന് ഓതണ്ട എന്നല്ല, ഞാനങ്ങനെ പതിവാക്കിയിട്ടില്ലല്ലോ, നീ അങ്ങനെ ചെയ്യണ്ട എന്നല്ല. ഒരു നല്ല കാര്യമാണ്, നല്ല ഈമാനോട് കൂടെയാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് മുത്തുനബി അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ അതേ സൂറത്തുൽ ഇഖ്ലാസ് നീ ഇഷ്ടം വെച്ചതുകൊണ്ട് നിന്നെ അതും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചതാണ്. നോക്ക്, അത്രമാത്രം പോരിശയുണ്ട്, അത്രമാത്രം ബഹുമാനമുണ്ട് ഈ സൂറത്തിനിക്ക്. നമ്മളെ ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ എന്നും സൂറത്തുൽ ഇഖ്ലാസ് ഉണ്ടാകണം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു പ്രത്യേകിച്ചിട്ട് മുത്തുനബി പഠിപ്പിച്ചതുപോലെ രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ഒരു 3 പ്രാവശ്യമെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതാൻ നാം എല്ലാവരും തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.